പ്രത്യാശ എന്താണ്, ആ പ്രത്യാശ നിമിത്തം നമുക്കുള്ള പദവികളും ഉത്തരവാദിത്വങ്ങളും എന്താണ് എന്ന് ചുരുക്കമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നതാണ് ഇല്ലല്ലോ. മനുഷ്യവർഗം ദൈവത്തിൽ നകന്ന് പാപത്തിൽ വീണ നാൾ മുതൽ മനുഷ്യന്റെ പ്രതിസന്ധി ആരംഭിച്ചു. ആ പാപത്തിന്റെ പെരുപ്പം ഹേതുവായി പ്രതിസന്ധികൾ പിന്നെയും വർദ്ധിക്കുകയും ഈ അന്ത്യകാലത്ത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ചില മാസങ്ങളായി ലോകം വളരെ വലിയ ഒരു പ്രതിസന്ധിയെ കൂടെ അഭിമുഖീകരിക്കാനായിട്ട് ആവശ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ നിലയിൽ നമ്മുടെ യോഗം നടത്തുവാൻ ആവശ്യം വന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ വിശ്വാസികളായ നമുക്കുള്ള പ്രത്യാശ എന്താ? നാളെയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആശയ്ക്ക് വഴിയുള്ളത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശ എന്താണ്? ആ പ്രത്യാശ നിമിത്തം നമ്മുടെ കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും എന്താണ് എന്ന് നമ്മെ തന്നെ ഒന്ന് ഓർപ്പിക്കുവാൻ ഇന്ന് രാത്രി നാം സമയം എടുക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യവർഗത്തിൽ ദൈവത്തെ അറിഞ്ഞുകൂടാത്തവർക്ക് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. നാളെയെ നോക്കി പുഞ്ചിരിക്കുവാനുള്ള അവകാശം അവർക്കില്ല. രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ, ലോകത്തിലെ തത്വചിന്തകന്മാർ ഇവരെല്ലാവരും ഇവയെ നോക്കി നെടുവീർപ്പിടുകയാണ് ചെയ്യുന്നത്. ആശയ്ക്ക് വകയുള്ള ഒന്നും നാളെയെ നോക്കി പറയാനായിട്ട് അവർക്കില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ വിശ്വാസികളായി ദൈവത്തെ അറിയുന്നവരായി ദൈവവുമായി യേശുക്രിസ്തു മുഖാന്തരം വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചവരായ ആളുകൾക്ക് മാത്രമാണ് പ്രത്യാശയുള്ളത്. എന്താണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായ ഒരു നിർവചനം പറഞ്ഞാൽ ശുഭകരമായ പ്രതീക്ഷയാണ് പ്രത്യാശ. ശുഭകരമായത്, നല്ലത് ഭവിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വായിച്ചുകൊണ്ട് ഈ സന്ദേശം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ മരിച്ചുപോയവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഭാഗം ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവത്തിന്റെ വചനം രണ്ടായി തിരിക്കുകയാണ്. പ്രത്യാശയുള്ള ഒരു കൂട്ടം ആളുകൾ, പ്രത്യാശ ഇല്ലാത്ത മറ്റൊരു കൂട്ടം ആളുകൾ. ലോകത്തിലെ സകല മനുഷ്യരും ഈ രണ്ട് കൂട്ടങ്ങളിൽ ഏതിലെങ്കിലും പെടുന്നവരാണ്. നമുക്കറിയാം, മനുഷ്യനെ വിഭജിക്കുന്നത് മറ്റു പല നിലകളിലാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ധനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ ലോകത്തിലെ മനുഷ്യർ തങ്ങളെ തന്നെ വിഭജിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ ലോകത്തിൽ രണ്ട് തരം ആളുകളെ പ്രത്യാശയോടുള്ള ബന്ധത്തിലുള്ളൂ. അതാരാണ്? പ്രത്യാശയുള്ള ഒരു കൂട്ടർ, പ്രത്യാശയില്ലാത്ത മറ്റൊരു കൂട്ടർ. ഈ രണ്ടിൽ ഒരു കൂട്ടത്തിൽ നാം എല്ലാവരും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകിൽ നാം പ്രത്യാശയുള്ളവരാണ്, അല്ലെങ്കിൽ നാം പ്രത്യാശയില്ലാത്തവരാണ്. ഒന്നുകിൽ ഭാവിയെ സംബന്ധിച്ച് ശുഭകരമായ പ്രതീക്ഷ ഉള്ളവരാണ് നാം, നല്ലത് ഭവിക്കുമെന്നുള്ള സന്തോഷത്തോടുകൂടെ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാൻ കഴിയുന്നവരാണ് നാം. അല്ലെങ്കിൽ പ്രതിസന്ധികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ അതിനെ നേരിടണം എന്നറിയാതെ വിഷമിക്കുന്നവരാണ് നാം, പ്രത്യേകിച്ച് മരണത്തോടുള്ള ബന്ധത്തിൽ. ഈ രണ്ട് കൂട്ടം ആളുകളല്ലാതെ മൂന്നാമതൊരു കൂട്ടം ആളുകൾ ലോകത്തിലില്ല. ഇതിലേത് കൂട്ടത്തിലാണ് നാം ഓരോരുത്തരും ഉൾപ്പെടുന്നത് എന്നുള്ളത് നാം ചിന്തിച്ച് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്.
പ്രത്യാശയില്ലാത്തവരുടെ കൂട്ടത്തിലല്ല, പ്രത്യാശയുള്ളവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എന്താണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്? ജീവിതത്തിലെ വിവിധ പ്രതിസന്ധികൾ കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട് എന്ന് നാം പറയുന്നു. മരണത്തെ പറയുമ്പോൾ പ്രത്യാശയോടെ അഭിമുഖീകരിക്കുന്നു എന്ന് നാം പറയുന്നു. എന്താണ് ആ പ്രത്യാശ? ആ പ്രത്യാശയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ താമസം വിന മടങ്ങി വരികയും തൻ്റെ ജനത്തെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും ചെയ്യും. പിന്നെ ആ കർത്താവിനോട് കൂടെ നാം എന്നേക്കും ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി, ഒരു നിത്യത നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നു. അതാണ് വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് മടങ്ങി വരവ് വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കർത്താവിന്റെ മടങ്ങിവരവ് എന്ന് പറയുന്നതിൽ അനേക കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉൽപ്രാപണം അല്ലെങ്കിൽ മധ്യാകാശത്ത് വന്ന് കർത്താവ് തന്റെ അടുക്കലേക്ക് ചേർക്കുക, അതിനുശേഷം ഈ ലോകത്തിൽ മറ്റനേക കാര്യങ്ങൾ നടക്കുക, കുഞ്ഞാടിന്റെ കല്യാണം, ക്രിസ്തുവിന്റെ ന്യായാസനം മുതലായ കാര്യങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നടക്കുക, അതിനുശേഷം ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, പിന്നീട് 1000 ആണ്ട് വാഴ്ച, അതിനുശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, നിത്യത. ഇങ്ങനെ വളരെ നീണ്ട ഒരു കാര്യപരിപാടിയാണ് കർത്താവിന് നമ്മെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഉള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നാം പോകുന്നില്ല. കർത്താവിന്റെ വരവിന്റെ 2 പതനങ്ങളിലേക്ക് ഇന്ന് രാത്രി നാം പോകുന്നില്ല. അതിനെ എല്ലാം കൂടെ കൂട്ടി നമ്മുടെ നിത്യത ഉൾപ്പെടെ നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ നമ്മുടെ ഭാവി കർത്താവിന്റെ വരവ് എന്ന ആ ഒറ്റ തലക്കെട്ടിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ വിശദാംശങ്ങൾ പഠിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നാം പോകാതെ നമ്മുടെ ഭാവി എന്ന് മാത്രം പറഞ്ഞ് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വിഷയം വിശദമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അതിന്റെ പല പതനങ്ങളെക്കുറിച്ചും നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും വേർതിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ, യേശുക്രിസ്തു വഴി ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവന്റെ പ്രത്യാശ, ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, മരണം തന്നെ സംഭവിച്ചു എന്ന് വന്നാലും അതിനപ്പുറം ശുഭകരമായ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു ദിവസം കർത്താവ് മടങ്ങി വരും. കർത്താവിനോട് കൂടെ നാം എല്ലാവരും ആകും. ദുഃഖവും പ്രതിസന്ധികളും ഇല്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രതീക്ഷ നമ്മുടെ മുൻപാകെ ഉണ്ട്. ഈ പ്രത്യാശ ഇല്ലാത്തവരായി ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെയെക്കുറിച്ച് ശുഭകരമായ ഒരു പ്രതീക്ഷയില്ല. ഇന്ന് തന്നെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, വൈഷമ്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് അറിയാതെ വിഷമിക്കുന്ന ആളുകൾ, ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് ജീവിതത്തിന് അവസാനം കൽപ്പിക്കാം, ജീവിതത്തിന് ആഹ്വത്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നാളെയെ എങ്ങനെ നേരിടുമെന്ന് ഓർത്ത് വിഷമിക്കുന്ന ആളുകൾ, ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, യാതൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത വലിയൊരു കൂട്ടം ആളുകൾ ഈ ലോകത്തിലുണ്ട്. അതിൽ ചിലർ ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നവരിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായി തുടരേണ്ട ആവശ്യമില്ല. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഉടമകളായി നിങ്ങളെ തീർക്കുവാൻ കർത്താവിന് മനസ്സാണ്. എങ്ങനെയാണ് ഈ പ്രത്യാശ ലഭിക്കുന്നത്? അതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ രക്ഷിച്ച് ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീത്തോസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ ഭാഗം നാം ശരിയായ നിലയിൽ പഠിച്ചാൽ, അത് വിഭജിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം,
ദൈവകൃപ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, ശരിയായി ജീവിക്കുവാൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുകയും അതോടൊപ്പം ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമുക്ക് നൽകുകയും ചെയ്യുന്നു. ദൈവമക്കളുടെ പ്രത്യാശയെ ഈ ഭാഗത്ത് വിളിച്ചിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള പ്രത്യാശ എന്ന് അതിനെ വിളിച്ചിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ച് പ്രത്യാശയുള്ള ഒരു കൂട്ടമാണ് അവർ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടമാണ് അവർ എന്ന് ഒരു കൂട്ടത്തിൽ അനേക ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കൾക്കുള്ള ഒരു വിശേഷണം, അവർ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ദൈവമക്കൾ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യാശ എങ്ങനെ ലഭിക്കും എന്ന് പറയുന്നതിന് മുൻപ് അങ്ങനെ പറയുന്ന ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ തന്നെ നാം ഈ പ്രത്യാശയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നാം കാത്തിരിക്കുന്നു. പൗലോസ് പറയുക, വിശ്വാസികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നാം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഇതേ കാര്യം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ന്റെ 27-ാം വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവർ, വിശ്വാസികളെ എല്ലാവരെയും ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണത്. അപ്പോൾ നാം തിരുവെഴുത്തിൽ നിന്ന് വായിച്ച പല വാക്യങ്ങൾ പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിനായിട്ട് കാത്തു നിൽക്കുന്നവരാ. ഇവിടെ എബ്രായ ലേഖനത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടത്തിൽ ചുരുക്കം ചില പ്രത്യേക വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല, എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചും പൊതുവായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവർ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അപ്പോൾ ദൈവമക്കൾ പ്രത്യാശയുള്ളവരാണ്. തിരുവെഴുത്ത് പറയുന്നു, ആ പ്രത്യാശ കർത്താവ് വരും എന്നുള്ള പ്രത്യാശയാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ദൈവത്തിന്റെ മക്കൾ. എന്നാൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ആ പ്രത്യാശ ഇല്ലാത്ത വലിയൊരു കൂട്ടം ആളുകൾ ഈ ലോകത്തിലുണ്ട്, ഞങ്ങളുടെ കേൾവിക്കാരിലും കണ്ടുവെന്ന് വരാം. തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതാണല്ലോ നാം അവിടെ വായിച്ചത്. ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷിക്കുകയും മാത്രമല്ല ശരിയായി ജീവിക്കുവാൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുകയും ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമുക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവകൃപയുടെ പ്രവർത്തനത്താലാണ് ദൈവകൃപയുടെ ഈ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. ആ കൃപ തന്നെയാണ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവനെ പ്രാപ്തിപ്പെടുത്തുന്നത്. ആ കൃപ തന്നെയാണ് ഈ വലിയ പ്രത്യാശ അവന്റെ ഉള്ളിൽ നൽകുന്നത്. അപ്പോൾ ഈ പ്രത്യാശ ലഭിക്കാനുള്ള മാർഗം ദൈവവൈതലായി തീരുക, കൃപയാൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതിന് പകരം എനിക്ക് പകരം യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിൽ അനുഭവിച്ച് തീർത്തുവെന്നും അവന്റെ യാഗമരണത്തിൽ എൻ്റെ പാപങ്ങൾക്ക് മോചനമുണ്ട് എന്നും പൂർണ്ണ വിശ്വാസത്തോടെ ആ ക്രിസ്തുവിൽ പാപമോചനത്തിനായി ശരണപ്പെടുകയാണ്. കർത്താവേ, ഞാനൊരു പാപി, അവിടുത്തെ ശിക്ഷ നിത്യ നരകം അർഹിക്കുന്നവനാണ് ഞാൻ. എന്നാൽ എൻ്റെ ശിക്ഷ മുഴുവൻ
എനിക്ക് പകരം യേശുക്രിസ്തു എന്റെ ക്രൂശ് മരണത്തിൽ സഹിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. അനുതാപത്തോടെ ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ എന്റെ പാപമോചനത്തിനു വേണ്ടി ഞാൻ ശരണപ്പെടുന്നുവെന്ന് ഏതൊരു വ്യക്തി പറയുമോ, ആ നിമിഷം അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുക, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, ആ പാപപരിഹാര യാഗം എന്റെ സകല പാപങ്ങൾക്കും പരിഹാരമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അനുതാപത്തോടെ ആ ക്രിസ്തുവിൽ പാപമോചനത്തിനായി ശരണപ്പെടുക. കർത്താവേ, പാപിയായ എന്നെ രക്ഷിക്കണമേ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വരുന്നു. നിന്നിൽ പാപമോചനത്തിനായി ഞാൻ ആശ്രയിക്കുന്നു, എന്നെ രക്ഷിക്കണം, നീയാണ് എന്റെ രക്ഷിതാവെന്ന് ഞാൻ വിശ്വാസത്താൽ അംഗീകരിക്കുന്നുവെന്ന് ഒരുവൻ പറയുമ്പോൾ, ആ വിശ്വാസം അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവ പൈതലായി തീരുന്നു. കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ അവൻ അർഹിക്കാത്ത വലിയ ആനുകൂല്യം ദൈവം കാണിക്കുന്നുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുന്നു. മാത്രമല്ല, ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിക്കുവാനുള്ള കൃപ ആ ദൈവം അവന് നൽകുന്നു. തീർന്നില്ല, നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രത്യാശ അവന്റെ അവകാശമായി തീരുന്നു. കർത്താവ് വരും, കർത്താവ് വരുമ്പോൾ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടും, ഞാൻ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല, ഞാൻ നിത്യകാലം കർത്താവിനോടുകൂടെ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ അവനോടുകൂടെ ഞാൻ വാഴുമെന്നുള്ള ആ വലിയ പ്രത്യാശ. ഇന്ന് രാത്രി വരെയും ആ പ്രത്യാശ ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി അനുതാപത്തോടെ, ക്രൂശിൽ മരിച്ച കർത്താവേ, നീയാണ് എന്റെ പാപത്തിന്റെ പരിഹാരകൻ എന്നറിഞ്ഞ് നിന്നിൽ ഞാൻ ആശ്രയിച്ച് നിന്റെ പാപമോചനം വിശ്വാസത്താൽ ഞാൻ അവകാശമാക്കുന്നുവെന്ന് പറയണം. അങ്ങനെ കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് പാപമോചനം ലഭിക്കും. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ദൈവകൃപ അവർക്ക് ലഭിക്കും. മാത്രമല്ല, ഈ മഹത്വകരമായ പ്രത്യാശയും അവർക്ക് ലഭിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഈ പ്രത്യാശയുള്ളവരായി ലോകത്തിൽ ഇരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നിലയിൽ കർത്താവിൽ ശരണപ്പെട്ട് പ്രത്യാശ പ്രാപിച്ചവരാണ്. ആകട്ടെ, ഈ പ്രത്യാശ വലിയൊരു പ്രത്യാശയാണ്, ജീവനുള്ള പ്രത്യാശയാണ്, ഭാഗ്യകരമായ പ്രത്യാശയാണ് എന്നൊക്കെ നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രത്യാശ നമുക്ക് വലിയ പ്രിവിലേജസ്, നമുക്ക് വലിയ പദവികൾ തരുന്ന ഒരു പ്രത്യാശയാണ്. എന്നാൽ ഈ പദവികളോടൊപ്പം നമുക്ക് ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും ഈ പ്രത്യാശ നൽകുന്നുണ്ട്. Along with the privileges, we have responsibilities also. നമുക്ക് കടപ്പാടുകളുമുണ്ട്. ഒരു കാര്യം പ്രത്യേകം തിരുവെഴുത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള നമ്മുടെ പ്രത്യാശ വിഷയം എവിടെയെല്ലാം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യാശ എന്ന അനുഗ്രഹിക്കപ്പെട്ട വിഷയം പുതിയ നിയമത്തിൽ പറയുന്ന മിക്കവാറും എല്ലാ ഭാഗത്തും തന്നെ അതിന്റെ വെളിച്ചത്തിൽ പ്രായോഗികമായി നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ഊന്നൽ കൊടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാ. നമ്മുടെ പ്രത്യാശ വലുതാണ്, എന്നാൽ ആ പ്രത്യാശ നമുക്ക് നൽകുന്ന, അതിനെക്കുറിച്ച് പറയുന്ന എല്ലാ വേദഭാഗങ്ങളിലും തന്നെ അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ യോഗത്തിന്റെ ഈ ഒടുവിലത്തെ രാത്രിയിൽ നമ്മുടെ പ്രത്യാശ വലുതാണ് എന്ന് പറയുക മാത്രമല്ല, ആ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വലുതാണ് എന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ വായിക്കാതെ തന്നെ ഒന്ന് ഓടിച്ച് ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ ആ ഭാഗത്ത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം നാം ആദ്യം വായിച്ച ആ വേദഭാഗത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഒടുവിൽ പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം എന്ന 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി നാം ആ വേദഭാഗം വായിക്കാനായിട്ട് പോകുകയാണ്. പിന്നാലെ അത് വായിക്കാം. അവിടെ ഈ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള, കർത്താവിനോട് ചേർന്നുള്ള സൗഭാഗ്യ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നാം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും ഈ പ്രത്യാശയുള്ള എല്ലാവരും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മുടെ പ്രത്യാശ കർത്താവ് വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വരുമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാടുകൾ എന്താണ് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് നമുക്ക് സാവകാശമില്ല. എന്നാൽ ചില ഭാഗങ്ങൾ നമ്മുടെ കടപ്പാടുകളെ ഓർപ്പിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായി പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കട്ടെ. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും പ്രത്യാശയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാടുകൾ പ്രത്യേകം ഓർപ്പിക്കുന്നതുമായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണിത്. അതിന് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യവും ഒന്ന് ശ്രദ്ധിക്കുക. 14-ാം വാക്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ഇവിടെ കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ന്യായവിധിയുടെ ദിവസമാണ്. ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള തിരുവെഴുത്തിലെ ഒരു പദപ്രയോഗമാണ് കർത്താവിന്റെ ദിവസം എന്നുള്ളത്. അതിന്റെ താഴെ 11-ാം വാക്യത്തിൽ ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയാണ് വിശ്വാസികൾ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ദൈവ ദിവസം എന്ന് പറയുന്നത് നിത്യതയെ ഉദ്ദേശിച്ച് പറയുന്നതാ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മെ തന്റെ അടുക്കൽ ചേർത്ത് അതിനുശേഷം പല കാര്യങ്ങൾ നടന്നിട്ട് ആത്യന്തികമായുള്ള കാര്യമാണ് ദൈവ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശയുടെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവിനോടുകൂടെ എന്നും നിത്യതയിൽ നാം സന്തോഷത്തോടെ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ വരവ് എന്നുള്ളത് മാത്രമല്ല, അതോട് അനുബന്ധമായി ചേർത്ത് പറയാൻ കഴിയുന്ന നമ്മുടെ പ്രത്യാശ വിഷയത്തെ എല്ലാം കൂടെ ഒരുമിച്ച് നാം ഇവിടെ എടുക്കുകയാണ്. ഈ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നാം നിത്യതയിൽ കർത്താവിനോടുകൂടെ എന്നും ആയിരിക്കുമെന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ട് നമ്മുടെ കടപ്പാടുകൾ എന്തൊക്കെയാണ്? ഇവിടെ അതിൽ ചില കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ ഒരു വാക്ക് ആവർത്തിച്ചു വരുന്നു. 11-ാം വാക്യത്തിൽ ദൈവ ദിവസത്തിന്റെ വരവ് ദൈവ ദിവസം, 13-ാം വാക്യത്തിൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 14-ാം വാക്യത്തിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ. ദൈവമക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന് എബ്രായ ലേഖനത്തിൽ നിന്നും മറ്റും നാം നേരത്തെ വായിക്കുകയുണ്ടായി. ഫിലിപ്പ് ലേഖനത്തിലും കൊരിന്ത് ലേഖനത്തിലും നാം നോക്കി. ഇവിടെ 3 വട്ടം ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കളുടെ ഒരു വലിയ ആ ഉത്തരവാദിത്വം, നമ്മുടെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം അവന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാ. നമുക്കറിയാം, കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരുക്കത്തെ കാണിക്കുന്നതാ. ഒരുങ്ങിയാണ് കാത്തിരിക്കുന്നത്. ആരെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാനായിട്ട് ആ വാഗ്ദത്തത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരുക്കങ്ങൾ ഉണ്ടായാണ് കാത്തിരിക്കുന്നത്. ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒന്നാമത്തെ ഒരു കടപ്പാട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഒരുങ്ങി കാത്തിരിക്കുക. ഈ കാത്തിരിപ്പ് അനുദിന ജീവിതത്തെ ബാധിക്കേണ്ട ഒരു കാത്തിരിപ്പാണ്. കേവലം ഞാൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ആ കാത്തിരിപ്പ് എൻ്റെ അനുദിന ജീവിതത്തെ ഇമ്പാക്ട് ചെയ്യണം, അനുദിന ജീവിതത്തെ സ്വാധീനിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ആകാശം ചുട്ടഴിഞ്ഞു പോകും,
മൂലപദാർത്ഥങ്ങളൊക്കെ വെന്തുരുകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിലും അത് 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ഭൗതികമായ സകലവും നശിക്കാനായിട്ട് പോകുകയാണ്, നിത്യമായത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം. നമ്മുടെ കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ ഈ സത്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാകണം. അതെന്താണ്? ഈ ലോകവും അതിന്റെ മഹത്വവും ഒഴിഞ്ഞു പോകുന്നതാണ്. ഭൗതികമായതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഭൗതികമായതിനു വേണ്ടി അതിന്റെ പിന്നാലെ നാം പോകാതെ ആത്മീകമായതിനു വേണ്ടി നാം ബന്ധപ്പെട്ട് അതിന്റെ പിന്നാലെയാണ് നാം പോകേണ്ടത്. നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ നാം പോകണം. താൽക്കാലികമായ ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ നിത്യമായ നിലനിൽക്കുന്ന ആത്മീയ കാര്യങ്ങളുടെ പിന്നാലെ നാം പോകണം. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലായിരിക്കാൻ പാടില്ല, നശിച്ചു പോകുന്ന വസ്തുവകയിലായിരിക്കാൻ പാടില്ല, ധനത്തിലായിരിക്കാൻ പാടില്ല. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധാവിഷയം എന്നുള്ളത് നിലനിൽക്കുന്നതിലായിരിക്കണം, നിത്യമായതിലായിരിക്കണം, ആത്മീകമായതിലായിരിക്കണം. നമ്മുടെ കാത്തിരിപ്പ് അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം നമ്മുടെ കാത്തിരിപ്പ്. രണ്ടാമത്, ആ കാത്തിരിപ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുക, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ കാത്തിരിപ്പ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചുകൊണ്ട് അതിനായിട്ട് നോക്കി പാർത്തുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പാ. നാം അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവരാണെങ്കിൽ, അതിനുവേണ്ടി നോക്കി പാർക്കുന്നവരാണെങ്കിൽ, നിത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രധാനമായി വിചാരിക്കുകയും താൽക്കാലിക കാര്യങ്ങളെ അപ്രധാനമായി വിചാരിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരായി നമുക്കിരിക്കാം. രണ്ടാമത്, ഈ ഭാഗത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വലിയ പ്രത്യാശ നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ട്, ദൈവദിവസത്തിന്റെ വരവ് നാം കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് 2 കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. വിശുദ്ധ ജീവനം എന്ന് പറയുന്നത് ഹോളി കോണ്ടക്ട് ഓർ ഹോളി മാനർ ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത ശൈലിയെ കുറിച്ച് പറയുന്ന, നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ജീവനം. അടുത്ത വാക്ക് ഭക്തി എന്നുള്ള വാക്ക് നമ്മുടെ മനോഭാവത്തെ കാണിക്കുന്ന, നമ്മുടെ ഹൃദയനിലയെ കാണിക്കുന്ന വാക്കാണ്. അപ്പോൾ വിശുദ്ധ ജീവനവും ഭക്തിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഹൃദയനിലയും, ഈ രണ്ടിനെയും അത് കാണിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എങ്ങനെ പെരുമാറുന്നു, നാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അത് പ്രധാനമാണ്. ഏത് മനോഭാവത്തോടുകൂടെ നാം അത് ചെയ്യുന്നു, അതും പ്രധാനമാണ്. ഭക്തി നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്ന് ഏറ്റവും യോഗ്യമായ വിശുദ്ധമായ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അതിന്റെ 14-ാം വാക്യത്തിൽ അതേ കാര്യം തന്നെ, അടുത്ത വാക്യത്തിൽ അതേ കാര്യം തന്നെ വേറൊരു നിലയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിക്കണം. നാം ഉത്സാഹിക്കണം എന്ന് പറഞ്ഞാൽ നാം ബദ്ധപ്പാട് കഴിക്കണം. മേക്ക് എവറി എഫേർട്ട്, ബി ഡിലിജന്റ് ടു ഡു ദിസ്. ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കണം? കറയും കളങ്കവും ഇല്ലാത്തവരായി കർത്താവ് കർത്താവ് വരുമ്പോൾ നമ്മെ കാണുവാനിടയാകണം. കറയും കളങ്കവും ഇല്ലാത്തവർ, സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്. സ്പോട്ട്ലെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ്. ബ്ലെയിംലെസ് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ്. ഈ 2 വാക്കുകളും വിശുദ്ധ ജീവനവും ഭക്തിയും എന്ന് നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 വാക്കുകളും പ്രധാനപ്പെട്ട വാക്കുകളാണ്. നാം കറയില്ലാത്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം സ്പോട്ട്ലെസ് ആയിരിക്കണം. നാം കളങ്കമില്ലാത്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ബ്ലെയിംലെസ് ആയിരിക്കണം. ആർക്കും നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറയാൻ ഇല്ലാതെ വണ്ണം സാക്ഷ്യം പുലർത്തി വേണം നാം ജീവിക്കുവാൻ. ഒന്നാമത് നമ്മുടെ സ്വഭാവം ശരിയായിരിക്കണം, നമ്മുടെ ജീവിതം ശരിയായിരിക്കണം.
എങ്കിൽ മാത്രമേ ഈ നിലയിലുള്ളതായ ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവ് വരുമ്പോൾ ഈ നിലയിൽ നാം കാണപ്പെടണമെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. കർത്താവ് വരുമ്പോൾ വിശ്വാസികളോട് ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള അതിപ്രധാനമായ കാര്യമാണ്. അതെന്താണ് എന്ന് നമുക്കറിയാം. കർത്താവ് മടങ്ങി വരുമ്പോൾ തൻ്റെ മക്കളെ അവരുടെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയും അതിന് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്ന ഈ വാക്കുകളോട് ചേർന്ന് ചിന്തിക്കാൻ കഴിയുന്ന 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ എങ്ങനെ കാണപ്പെടണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ 10-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി കാണപ്പെടണം. അപ്പോൾ നോക്കുക, 3 sets of words, 3 നിലയിലുള്ളതായ ഈ 2 കാര്യങ്ങൾ നാം വായിക്കുന്നു. വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഹൃദയനിലയും ശരിയായിരിക്കണം. പിന്നീട് നാം വായിച്ചത് നാം കറയും കളങ്കവും ഇല്ലാത്തവരായിരിക്കണം. നമ്മുടെ സ്വഭാവം ശരിയായിരിക്കണം. കുറ്റമറ്റവരായി മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റമൊന്നും പറയാനില്ലാത്തവരായി നാം ജീവിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സിൻലെസ് ആയിരിക്കാൻ, പാപരഹിതരായിരിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ കുറ്റമറ്റവരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ നോക്കി കുറ്റം പറയുവാൻ ഒന്നുമില്ലാത്തവരായി നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. ആ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റു 2 വാക്കുകളാണ് ഫിലിപ്പി ലേഖനത്തിൽ ഇപ്പോൾ നാം വായിച്ചത്. അതെന്താണത്? നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. നിർമ്മലന്മാർ എന്നുള്ളത് സിൻസിയർ എന്നാണ് ഇംഗ്ലീഷിലെ പല തർജ്ജമകളിലും നാം വായിക്കുന്നത്. ജെനുവിൻ എന്നാണ് അതിന്റെ അർത്ഥം. അന്നത്തെ കാലത്ത് ഈ വാക്കിന്, ഈ സിൻസിയർ എന്നുള്ള വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ടായിരുന്നു. സിനി സെറ എന്ന 2 വാക്കുകളിൽ നിന്നാണ് സിൻസിയർ എന്നുള്ള വാക്ക് വന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പാത്രങ്ങളിൽ ഓട്ടകൾ വന്നാൽ, സുഷിരങ്ങൾ വന്നാൽ മെഴുകുകൊണ്ട് ആ ഓട്ട അടയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം അറിയാവുന്ന ആളുകൾ ആ പാത്രങ്ങൾ മേടിക്കാൻ വരുമ്പോൾ ആ പാത്രം എടുത്തിട്ട് പ്രകാശത്തിന് നേരെ അല്പസമയം പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ അതിൽ മെഴുകുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മെഴുകില്ലെങ്കിൽ അവർ പറയുന്നതാണ് സിനി സെറ. സിനി സെറ എന്ന് പറഞ്ഞാൽ നോ വാക്സ് എന്നാണ്, മെഴുകില്ല എന്നാണ്. അതിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തൻ്റെ മുഖപ്രകാശത്തിൽ അവൻ പിടിക്കുമ്പോൾ യാതൊരു മെഴുകും ഇല്ല, യാതൊരു കളിപ്പീരുമില്ല, ഈ ആള് ജെനുവിനാണ്, കപടമില്ലാത്ത ആളാണ് എന്ന് നമ്മെക്കുറിച്ച് പറയാനായിട്ട് ഇടവരണം. അതാണ് നിർമ്മലന്മാർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇടർച്ചയില്ലാത്തവർ. ഇടർച്ചയില്ലാത്തവർ എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കുഴപ്പങ്ങളില്ലാത്തവർ എന്നാണ്. കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ബാക്കിയില്ലാത്തവര്. ഒന്ന്, പേഴ്സണൽ ഇന്റഗ്രിറ്റി, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള നൈർമല്യം. രണ്ടാമത്തേത് റിലേഷണൽ ഇന്റഗ്രിറ്റി, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ക്രമപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പ്രിയ വിശ്വാസികളെ, നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ പ്രത്യാശയുണ്ട്. എന്നാൽ ആ പ്രത്യാശയോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കർത്താവ് വന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ഒരു ദിവസം വരികയാണ്. ക്രിസ്തുവിന് ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കാനായിട്ട് പോകുകയാണ്. അങ്ങനെ നാം പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഉള്ളിൽ നാം നിർമ്മലന്മാരായി, കപടമില്ലാത്തവരായി കാണപ്പെടണം. അത് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയവരായി നാം ഇരിക്കണം. എത്രയോ വിശ്വാസികളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്. നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഉത്സാഹിക്കാത്ത, ഡിലിജൻസ് കാണിക്കാത്ത എത്രയോ വിശ്വാസികളുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി, പുറമേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്നുള്ള നിലയിൽ ജീവിക്കുന്നവരുണ്ട്. പോരാ,
കർത്താവ് നമ്മെ സൂക്ഷ്മമായി പരിശോധിക്കുവാൻ പോകുകയാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ അകത്തേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കർത്താവ് ശോധന ചെയ്യാനായിട്ട് പോകുകയാണ്. നാം നിർമ്മലന്മാരായി കാണപ്പെടുവാൻ ഉത്സാഹിക്കണം. മാത്രമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പെടുത്താതിരിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്. ക്ഷമിക്കാതിരിക്കുന്നവർ, മറ്റുള്ളവരോട് മിണ്ടാതിരിക്കുന്ന വിശ്വാസികൾ, വഴക്കടിച്ചിരിക്കുന്നവർ, ഏതെങ്കിലും കാരണത്താൽ കൈപ്പുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ, കാര്യങ്ങൾ പെടുത്താത്ത എത്രയോ ആളുകളുണ്ട്. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. ഇടർച്ചയില്ലാത്തവരായി കർത്താവ് നമ്മെ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ യാതൊരു കുഴപ്പവുമില്ലാത്തവരായി, എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയവരായി, നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ എന്നുള്ള ആ വാക്കനുസരിച്ചവരായി നമുക്ക് കാണപ്പെടാനായി